ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മത്തങ്ങയും പയറും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു എരിശ്ശേരി റെഡിയാക്കാം. ഇത് ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ട്, ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് എരിശ്ശേരിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുതിർത്ത് വെച്ച 3 കപ്പ് പയർ, ഇത് തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പോളം മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒന്ന് നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത് ഒറ്റ വിസിലേ അടിച്ചുള്ളൂ, എനിക്ക് പയറും മത്തങ്ങയൊക്കെ വെന്ത് കിട്ടിയായിരുന്നു. ഇത് വേവുന്ന നേരത്ത് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയിലേക്ക് 3 ചുവന്നുള്ളി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മത്തങ്ങയും പയറും ഒക്കെ കുക്ക് ചെയ്ത് റെഡിയായിട്ടുണ്ട്. മത്തങ്ങ ഞാൻ ഒരുമാതിരി വലിയ പീസായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേനും അത് തന്നെ ഉടഞ്ഞു വയ്ക്കുള്ളൂ. ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തങ്ങയ്ക്ക് അധികം മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണോളം ഉലുവായും 2 കറി ലീവ്സിൻ്റെ തണ്ടും 2 വറ്റൽമുളക്, 1 കപ്പ് തേങ്ങ, ഇത്ര ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ. തേങ്ങ വറുത്തെടുക്കുന്ന സമയം എടുക്കും, ബാക്കിയെല്ലാം പെട്ടെന്നാകുന്നതാണേ. ഇതുപോലെ ഞാൻ ഈ തേങ്ങ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറിൻ്റെയും കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇരുന്ന് കുറച്ചുകൂടെ കട്ടിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഇപ്പം സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരി. അങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.